ഹലോ, ഞാൻ മുസ്തഫ ഫ്രം ഫിറ്റാക്ട്. ഫിറ്റാക്ട് ഐ ടി ക്ലബിലേക്ക് സ്വാഗതം. നമ്മൾ എക്സൽ ആണ് പഠിക്കാൻ പോകുന്നത്. എക്സൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജിലെ ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ ചെറിയ കമ്പനികളുടെ അല്ലെങ്കിൽ ചെറിയ സ്ഥാപനങ്ങളുടെ കണക്ക് മുതൽ വലിയ മൾട്ടിനാഷണൽ കമ്പനികളുടെ കണക്കുകൾ വരെ കൈകാര്യം ചെയ്യാൻ കഴിയും. അതായത് പ്രോഫിറ്റ് കാണാൻ, ഡാറ്റ എൻട്രി ചെയ്യാൻ, ബഡ്ജറ്റ് പ്രൊജക്ഷൻസ്, കസ്റ്റമർ ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ, എംപ്ലോയീസ് ഡാറ്റ ഹാൻഡിൽ ചെയ്യാൻ, ചാർട്ടുകൾ, അതുപോലെ പിവോട്ടഡ് ടേബിളുകൾ, റവന്യൂ കാണാൻ, ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഫങ്ഷനുകളും പ്രോഗ്രാമുകളൊക്കെ ഈ എക്സലിലുണ്ട്. അപ്പോൾ നമ്മൾ എക്സലാണ് പഠിച്ചു തുടങ്ങുന്നത്. എക്സൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, സിസ്റ്റത്തിൽ എക്സൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഇതേ രൂപത്തിൽ ഐക്കൺ ഉണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ എക്സലിൻ്റെ ഷോർട്ട് കട്ട് ഐക്കൺ ഉണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കീബോർഡിൽ വിൻഡോസ് കീ അമർത്തിയാലും സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ആയി വരും. ഇപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇതിൽ ആൾ ആപ്സ് എന്ന ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളും ഇവിടെ കാണാൻ കഴിയും. ഇതിൽ ഇ എന്ന കാറ്റഗറിയിൽ എക്സൽ കാണാം. ഈ എക്സൽ സോഫ്റ്റ്വെയറിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എളുപ്പത്തിൽ കിട്ടാൻ ഇവിടെ എക്സൽ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഈ എക്സ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ എക്സലിൻ്റെ സോഫ്റ്റ്വെയർ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ എക്സൽ എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സൽ ഓപ്പൺ ചെയ്തു വരും. ഇങ്ങനെ എക്സൽ ഓപ്പൺ ചെയ്തു വന്ന ഈ വിൻഡോയിൽ നിന്നും, അതായത് എക്സൽ സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ചെയ്തത്. ഇനി നമുക്ക് വർക്ക് ചെയ്യുന്നതിനുള്ള എക്സലിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം. ആദ്യമായിട്ട് എക്സലിൽ ഫയൽ ഓപ്പൺ ചെയ്യാൻ, എക്സലിൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു പുതിയ വർക്ക് ബുക്ക് ആവശ്യമാണ്. കണക്കുകൾ എഴുതാൻ നമ്മളൊരു ബുക്കിലാണല്ലോ എഴുതുക. അപ്പോൾ നമുക്കൊരു വർക്ക് ബുക്ക് ആവശ്യമാണ്. ബ്ലാങ്ക് ആയിട്ടുള്ള, അതായത് കാലിയായിട്ടുള്ള വർക്ക് ബുക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിന് ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ എക്സൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു, ഒരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്തു. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഇതിൽ ആദ്യം നമ്മൾ പറയുന്നത് ഈ ഇൻ്റർഫേസിനെ കുറിച്ചാണ്. എക്സലിൻ്റെ ഇൻ്റർഫേസ് എന്നത് പരിചയപ്പെടാൻ നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ ഭാഗം, അതായത് ഈ ഭാഗത്തെ നമ്മൾ ടൈറ്റിൽ ബാർ എന്നാണ് പറയുക. ടൈറ്റിൽ ബാറിൽ ഇവിടെ ബുക്ക് 1 എക്സൽ എന്ന് എഴുതിയിരിക്കുന്നു. അതാണ് അതിൻ്റെ ടൈറ്റിൽ. അതായത് എക്സൽ സോഫ്റ്റ്വെയർ ആണ്. ബുക്ക് 1 എന്നത് ഈ ഫയലിൻ്റെ, അതായത് ബുക്കിൻ്റെ പേരാണ്. ഡിഫോൾട്ടായിട്ട് വന്നതാണ് ബുക്ക് 1 എന്നത്. നമ്മൾ ഈ ഫയൽ സേവ് ചെയ്യുകയാണെങ്കിൽ സേവ് ചെയ്യുന്ന പേരായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. അതിനുശേഷം സെൻറ്ററിൽ ഇവിടെ സെർച്ച് ബോക്സ് കാണാം. നമുക്ക് ഏതെങ്കിലും ടൂള് പെട്ടെന്ന് കിട്ടണമെങ്കിൽ ഇതിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയും. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അതിനുശേഷം ഇതിൻ്റെ റൈറ്റ് സൈഡിൽ മിനിമൈസ്, റീസ്റ്റോർ, ക്ലോസ് ബട്ടണുകളുണ്ട്. നമ്മൾ മൗസ് കഴ്സർ ഇതേ രീതിയിൽ മൂവ് ചെയ്ത് ഓരോ ബട്ടൻ്റെയും അല്ലെങ്കിൽ ഐക്കണിൻ്റെയും മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു പോപ്പപ്പ് ടിപ്സ് കാണിക്കും അതെന്താണെന്ന്. അപ്പോൾ ഇത് മിനിമൈസ് ബട്ടൺ ആണ്. മിനിമൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ സോഫ്റ്റ്വെയർ മിനിമൈസ് ചെയ്ത് ടാസ്ക് ബാറിൽ ഒരു ബട്ടണായിട്ട് കിടക്കും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. മിനിമൈസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അത് മിനിമൈസ് ചെയ്തു, ടാസ്ക് ബാറിൽ ഒരു ബട്ടണായിട്ട് കിടപ്പുണ്ട്. ഇനി ഇത് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ മുകളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ ആക്റ്റീവ് ആക്കണമെങ്കിൽ ആ സോഫ്റ്റ്വെയറിൻ്റെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അതിനടുത്തുള്ള ബട്ടനാണ് റീസ്റ്റോർ ബട്ടൺ. റീസ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ സോഫ്റ്റ്വെയറിനെ ചെറുതാക്കാൻ കഴിയും കേട്ടോ. ഒന്ന് ചെറുതായി. അതിനുശേഷം ഇതിൻ്റെ ടൈറ്റിൽ ബാറിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഡെസ്ക്ടോപ്പിൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ കഴിയും. ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാം. ഇനി ഈ മിനിമൈസ് ബട്ടണിൽ തന്നെ മൗസ് കൊണ്ടുവരുമ്പോൾ ഇതേ രീതിയിൽ പോപ്പപ്പ് കാണാം. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്താൽ ആ രീതിയിൽ അത് അറേഞ്ച് ആകും. ഇപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ അത് അറേഞ്ച് ആയി. ഇനി നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ വലുതാകും. ജസ്റ്റ് മൗസ് കഴ്സർ അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ പോപ്പപ്പ് ഡിസ്പ്ലേ ചെയ്യും. മൗസ് കഴ്സർ അവിടെ കൊണ്ടുവന്നാൽ പോപ്പപ്പ് ഡിസ്പ്ലേ ചെയ്യും. ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്താൽ ആ രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യും. ജസ്റ്റ് മാക്സിമൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് അതിനടുത്തുള്ള ബട്ടനാണ് ക്ലോസ് ബട്ടൺ. ഇവിടെ കാണാം ക്ലോസ് ബട്ടൺ. ക്ലോസ് ബട്ടൺ ഉപയോഗിച്ച് ഈ സോഫ്റ്റ്വെയറിനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ കഴിയും. നമുക്ക് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എക്സൽ ക്ലോസ് ആയി. നമ്മളിതിൽ ഡാറ്റ ഒന്നും എൻ്റർ ചെയ്യാത്തതുകൊണ്ടാണ് എളുപ്പത്തിൽ ക്ലോസ് ആയത്.